ഇവിടെ വെച്ചിരിക്കുവായിരുന്നു വശം പിടിക്കാൻ വേണ്ടിട്ട്. അയ്യോ ചേട്ടാ, ചേട്ടാ ഇവിടെ സാന്ത എവിടെ നിൽക്കുന്നേട്ടാ. നിനക്കിത് എന്തിന്റെ കുഴപ്പം? ഇവിടെ എവിടെ സാന്താക്ലോസിക്കുന്നത്? എവിടെ? മനുഷ്യന്റെ കയ്യിലൊന്ന് പിടിച്ചേ. ഇനി നോക്ക്. കണ്ട് ഇല്ലേ ഇല്ലേ. അപ്പൊ അകത്തുള്ളതോ? ഇത് സംഭവം എന്താണെന്നറിയോ? ക്രിസ്മസ് അല്ലേ, സാന്റകളെല്ലാം ഒരുമിച്ച് ഇറങ്ങിയതാണ്. നീ അകത്ത് പോയി നോക്കും തരുന്നു. നോക്ക് നോക്കിട്ടോ. ലംബനെ വച്ച് കയറ്റത്തിന് ആണാ നീ? അണ്ണാ ഞാൻ ശിവു. ഞാൻ കറക്റ്റ് സമയത്തല്ലേ വന്നത്. ഇവിടെ പുല്ല രാവിലെ ഞാൻ നിന്റെ കൂടെ അന്ന് ചോദിച്ചാ നിനക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നീ എന്നിട്ട് പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റിക്കാൻ നിനക്ക് മനസ്സില്ലെന്ന്. അത് ഈ കാര്യമുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെ എന്റെ പെണ്ണുമ്പിയുടെ വാട്സപ്പ് ചാറ്റ് നോക്കിയപ്പോണ്ടല്ലോ, എന്റെ അണ്ണ അവളെല്ലാം കുറെ നാളായിട്ട് തേച്ചോണ്ടിരിക്കുന്നു. ഇല്ല അവളെ വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് പെണ്ണുങ്ങളടുത്ത് മൊത്തം വാശിയായി. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും ഞാൻ തേക്കും പറ്റിക്കും ഉറപ്പാ. ഒരു കാര്യം ഞാൻ പറയാലോ, നീ വരാത്തോണ്ട് വേറെ സെറ്റപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് പറ്റൂല. എടാ നീ പോടാ. എന്റെ അമ്മേനെ വാറ കൊടുക്കണം. എടാ നീ പോടാ. അതല്ലെന്ന് അവളെ വിളിക്കാൻ പറ്റിക്കിട്ടില്ല. അവളെ വിളിക്കാൻ പറ്റിക്കില്ല. ഇറങ്ങി മനുഷ്യനെ കൊല്ലാൻ. എന്തോന്നൊരു ശബ്ദം കേട്ടത്? അതിനെ ഞാനും നോക്കണം എന്തൊരു ശബ്ദം കേട്ടത്. അതുപോട്ടെ, പൈസ എന്തിനായി? ഓക്കെയാണ്, എണ്ണിക്കൊണ്ടിരിക്കണം. ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ മറക്കല്ലേ 2500 എനിക്ക് തരണം. താരം ഉണ്ടായി. ചേട്ടാ 12,500 തികച്ചുണ്ട്. അതെ, ഞാൻ സാന്ദ്ര തോമസ്. ചേട്ടാ സാന്ത എവിടെ? സാന്ത എവിടെ ഏട്ടാ? പോയോ? വലതുവശത്തൊക്കെ നോക്കടി. ഇവിടേക്ക് പെണ്ണെന്തിരി ഇവിടെ നോക്കാം. ഇങ്ങോട്ടൊക്കെ ഞാനാണ്. കാണാൻ പറ്റണില്ല. നീ സൂക്ഷിച്ചു നോക്കി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടാന്ന്. എങ്ങോട്ട്? എവിടെയെങ്കിലും ഒക്കെ നോക്ക്. കാണാൻ പറ്റില്ല. കിണറ്റിന്റെ സൈഡിലോട്ട് നോക്കടി. അയ്യോ ചേട്ടാ, ഞാൻ ഇനി പൈസ ആദ്യമേ കൊടുക്കൂലെന്ന് പറഞ്ഞതുകൊണ്ട് സാറിന്റെ പിണങ്ങി പോയോ? അയ്യോ എന്റെ ദൈവമേ, ഇനി ഞാൻ ശരിക്കും അപ്രത്യക്ഷമായ. ഇനി എന്റെ പിള്ളേരെ എന്നെ എയറിലൊക്കെ അച്ചാന്ന് വിളിക്കേണ്ടി വരുമോ? എനിക്ക് കാണാം. പൊളിഞ്ഞു വിട്ടോ.